പോകുന്ന വേറൊരു റെസിപ്പിയാണ്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്, അതായത് കായ ഇട്ട് വെച്ച മോരുകറിയുടെ റെസിപ്പി. അപ്പോൾ ഇത് പലരും പല വെജിറ്റബിൾസും യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് കായ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കിയാൽ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ കായ മോര് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 വലിയ കായ ഇതേപോലെ തൊണ്ടൊക്കെ കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കറയൊക്കെ കളഞ്ഞെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ അരിഞ്ഞതിന് ശേഷം കുറച്ച് നേരം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. പിന്നെ നമുക്കിത് അരപ്പ് റെഡിയാക്കി എടുക്കാനുള്ള കാര്യങ്ങളാണ്. 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 4 ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കറിയുടെ അരപ്പിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു 5 പച്ചമുളക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് വേണം. പിന്നെ ഒരു വളരെ ചെറിയൊരു പീസ് ഇഞ്ചി ഞാൻ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 വെളുത്തുള്ളിയും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഒരു 4 വറ്റൽമുളക് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കടുക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് തൈര് വേണം. നല്ല കട്ടയുള്ള തൈരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തതിന് ശേഷം നിങ്ങൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത തൈരാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് കായ മോര് ഒഴിച്ച് വെച്ചത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചട്ടിയിലോട്ട് ഞാൻ ഈ കായ മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ കായ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കായ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കായ വേവാൻ വേണ്ടിയിട്ട് ഞാൻ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കായ വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കായ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും ഉള്ളിയും ജീരകം കൂടെ നമുക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച കായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉള്ളിയും തേങ്ങയും ജീരകം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറിക്ക് നല്ല ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ചും കൂടെ വെള്ളം ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരല്പം വെള്ളം കൂടി ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ പാകമായിട്ടുണ്ട് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം കറി നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈര് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി കറി കിടന്ന് നന്നായിട്ട് തിളയ്ക്കൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് തൈരൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ തൈര് നന്നായിട്ട് ചൂടായിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തള വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി മാറ്റിയിട്ട് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ കറിയിലോട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് നമ്മുടെ വറവ് ചേർത്ത് കൊടുക്കാം.
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ മോരൊഴിച്ച് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.